മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും സത്യപ്രതിജ്ഞയ്ക്കുള്ള സ്റ്റേഡിയത്തിലെ ഒരുക്കങ്ങൾ പൂർണ്ണമായും അത് പൂർത്തിയായി വരികയാണ്. അതിൽ ചില നിർദ്ദേശങ്ങൾ അതിൽ പങ്കെടുക്കാൻ വരുന്ന പാർട്ടി പ്രവർത്തകരുടെയും നേതാക്കന്മാരുടെയും ശ്രദ്ധയ്ക്കായി പോലീസുമായി ചർച്ച ചെയ്യിച്ച ചില നിർദ്ദേശങ്ങൾ അവർ നമ്മളെ അറിയിച്ചിട്ടുണ്ട്. 4 ഗേറ്റ് വഴിയാണ് ആ സ്റ്റേഡിയത്തിനകത്തേക്ക് നാളെ നടക്കുന്ന ഈ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ ക്ഷണിക്കപ്പെട്ടവർ പങ്കെടുക്കേണ്ടത്. പ്രസ് ക്ലബ്ബ് ഗേറ്റ് വഴിയുള്ള ആ 2 ഗേറ്റുകളിൽ കൂടിയാണ് കേരളത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്ന് വരുന്ന പ്രവർത്തകന്മാരും നേതാക്കന്മാരും പ്രവേശിക്കേണ്ടത്. സത്യപ്രതിജ്ഞയ്ക്കെത്തുന്ന മന്ത്രിമാരും അവരുടെ കുടുംബാംഗങ്ങളും നമുക്കറിയാം ആ ബാസ്ക്കറ്റ് ബാൾ ആ ഗേറ്റ് വഴി വാഹനത്തിൽ അകത്ത് പ്രവേശിക്കാം. മെയിൻ ഗേറ്റ് വഴി ശ്രീ രാഹുൽ ഗാന്ധി അടക്കം ഗവർണറടക്കം ചീഫ് മിനിസ്റ്റർ അടക്കം മറ്റ് പ്രധാനപ്പെട്ട മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്ന മുഖ്യമന്ത്രിമാരടക്കം അവർ മെയിൻ ഗേറ്റുകളിലൂടെ പ്രവേശിക്കും. ഈ ഒരു അറേഞ്ച്മെൻറ്റ്സാണ് ഈ നാളത്തെ സത്യപ്രതിജ്ഞാ ചടങ്ങുമായി ബന്ധപ്പെട്ട ഒരുക്കങ്ങൾക്ക് വേണ്ടി നിർദ്ദേശിക്കപ്പെട്ടിരിക്കുന്നത്. 8 മണിക്ക് എല്ലാവരും സ്റ്റേഡിയത്തിൽ പ്രവേശിക്കേണ്ടതാണ്. 9 മണിക്ക് അവിടെയുള്ള പ്രവേശനം പിന്നെ നടക്കില്ല. കാരണം റോഡുകളും ഗേറ്റുകളും ക്ലോസ് ചെയ്യും. മറ്റ് സ്റ്റേറ്റിൽ നിന്ന് വരുന്ന മുഖ്യമന്ത്രിമാർക്ക് വേണ്ടിയും VVIPകൾക്ക് വേണ്ടിയും 9 മണിക്ക് ശേഷം ആ പ്രദേശത്തേക്ക് കടന്നു പോകാൻ പ്രയാസമായി വരും. അതുകൊണ്ട് 9 മണിക്ക് മുമ്പ് തന്നെ 8 മണി മുതൽ 9 മണി വരെ സ്റ്റേഡിയത്തിലേക്ക് പ്രവേശിക്കണമെന്നാണ് നിർദ്ദേശിച്ചിരിക്കുന്നത്. ഇത്രയുമാണ് പ്രധാനപ്പെട്ട കാര്യങ്ങൾ. പരമാവധി ആളുകളെ ഈ മഴ കൂടി ഉണ്ടാകുമെന്ന് കണ്ടുകൊണ്ട് പരമാവധി ആളുകളെ ഉൾക്കൊള്ളുന്നതിന് വേണ്ടിയുള്ള പന്തൽ കുറച്ചുകൂടി എക്സ്റ്റെൻഡ് ചെയ്യുന്നുണ്ട്. അതിനുള്ള ഒരുക്കങ്ങൾ ഏതാണ്ട് പൂർത്തിയായി വരികയാണ്. അതിനകത്ത് പ്രവേശിക്കാൻ കഴിയാത്തവർക്ക് വേണ്ടി നഗരത്തിലെ പ്രധാനപ്പെട്ട 6 കേന്ദ്രങ്ങളിൽ LED വാള് പ്രദർശിപ്പിക്കുന്നതാണ്. പ്രധാനപ്പെട്ട 6 കേന്ദ്രങ്ങളിൽ MLA ഹോസ്റ്റലിൻ്റെ മുമ്പിൽ, അതുപോലെ തന്നെ നമ്മുടെ മെഡിക്കൽ കോളേജിൻ്റെ മുമ്പിൽ, നമ്മുടെ വെള്ളയമ്പലത്ത്, അങ്ങനെ ഏതാണ്ട് 5-6 കേന്ദ്രങ്ങളിൽ LED വാള് കൂടി പ്രദർശിപ്പിക്കുന്നതാണ്. ഏകദേശം DCCകൾക്ക് പാസ് കൊടുത്തിട്ടുണ്ട്. മറ്റേ നമ്മുടെ MLAമാർക്കും MP മാർക്കും കൊടുത്തിരിക്കുന്ന ഇൻവിറ്റേഷനാണ്. അതെ, VIP ലോഞ്ചിലേക്കാണ് പാസ്സുണ്ട്. ഗാലറി ഇരുന്ന് കാണാനുണ്ട്. എല്ലാവർക്കും ഇരിക്കാനുള്ള പന്തൽ കുറച്ചുകൂടി എക്സ്റ്റെൻഡ് ചെയ്യുന്നുണ്ട്. അതെ, പ്രസ് ക്ലബിൻ്റെ ഭാഗത്തുള്ള 2 ഗേറ്റ് വഴി പ്രവേശിക്കാം. അത് ഏകദേശം സ്റ്റേഡിയം നിറഞ്ഞു കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ അവരത് ക്ലോസ് ചെയ്യും. 9 മണിക്ക് മുമ്പായി അവർ ഈ പ്രവേശനം ക്ലോസ് ചെയ്യും. തമിഴ്നാട് മുഖ്യമന്ത്രിയുടെ കൺഫർമേഷൻ വന്നിട്ടില്ല. ബാക്കി എല്ലാ കൺഫർമേഷനും വരുന്നുണ്ട്. പ്രിയങ്ക ഗാന്ധി, കോൺഗ്രസ് പ്രസിഡന്റ് വരുന്നു.